ഹായ് ഫ്രണ്ട്സ്, എവർക്ക് ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റൻസും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളുമാണ് ജസ്റ്റ് നിങ്ങൾ മുന്നിലേക്ക് റിവിഷൻ ചെയ്യുന്നത്. നമ്മൾ പരിചയപ്പെടുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ. ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരിക ഓപ്പറേഷൻ പോളോ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ആ ഒരു സൈനിക നീക്കത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്പറേഷൻ പോളോ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ പോളോ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. 2017 നടന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ നിന്ന് എടുത്തൊരു ചോദ്യമായിരുന്നു. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പോളോ എന്ന് നമ്മൾ പരിചയപ്പെടുത്തി. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത ആ ഒരു തീയതിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് 1949 നവംബർ 23 തീയതിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷനിൽ കൃത്യമായിട്ട് ആ ഒരു തീയതി എടുത്തു നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കണം. 1949 നവംബർ 23 തീയതിയാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത തീയതി എന്ന കാര്യം ഓർത്തിരിക്കുക. 1949 കാലഘട്ടത്തിലാണ് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ആ ഒരു നടപടിയിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കുന്നത്. ആ കൃത്യമായിട്ടുള്ള തീയതി ഇതാണ്, 1949 നവംബർ 23 തീയതിയാണ്. ഇനി അടുത്തായിട്ട് പരിചയപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, 1947 ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിമുഖത കാണിച്ച നാട്ടുരാജ്യം ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ ലക്നൗ, അജ്മീർ, മണിപ്പൂർ, ജുനാഗഡ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷനുകൾ തന്നത്. നമുക്കറിയാം ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ജുനാഗഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ജുനാഗഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം നമ്മുടെ രാജ്യം ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ആ ഒരു രാജ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആ ഒരു സമയത്ത് ഫേസ് ചെയ്തത്. അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 565 നാട്ടുരാജ്യങ്ങളിൽ 3 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു എന്ന കാര്യം നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആ 3 നാട്ടുരാജ്യങ്ങൾ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടു, ഹൈദരാബാദ് ആണ്. രണ്ടാമത് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ജുനാഗഡ് ആണ്. മറ്റൊരു നാട്ടുരാജ്യം എന്ന് പറയുന്നത് കാശ്മീർ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പരീക്ഷയിൽ ഈ ഒരു ചോദ്യം പോലെ തന്നെ ചോദിക്കാം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി വിസമ്മതിച്ച നാട്ടുരാജ്യം ഏതെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാശ്മീരും അവിടെ ഓപ്ഷനിൽ വരാം, ഹൈദരാബാദ് ഓപ്ഷനിൽ വരാം, അതുപോലെ തന്നെ ജുനാഗഡും ഓപ്ഷനിൽ വരാം. ആ 3 നാട്ടുരാജ്യങ്ങളുടെ പേര് ഓർത്തിരിക്കണം. ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നിവയാണ് 3 നാട്ടുരാജ്യങ്ങൾ. ഇനി കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ള കാശ്മീരിലെ രാജാവ് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ ഹരിസിംഗ് ആണെന്ന കാര്യം ഓർക്കുക. 26 ഒക്ടോബർ 1947 ആ ഒരു ഒപ്പിടൽ നടക്കുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1947 ഈ ഒരു സമയത്താണ് കാശ്മീർ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്നത്. ആ ഒരു ഉടമ്പടിയിൽ ഒപ്പിടുന്ന അവിടുത്തെ രാജാവ് ആരായിരുന്നു? രാജ ഹരിസിംഗ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. രാജ ഹരിസിംഗ് ആണ് ആ ഒരു ഉടമ്പടിയിൽ ഒപ്പിടുന്നത്. ആ ഒപ്പിട്ട തീയതിയാണ് 26 ഒക്ടോബർ 1947. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്നത് 1949 നവംബർ 23 തീയതിയാണ്. സൈനിക നടപടി ഓപ്പറേഷൻ പോളോ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ജുനാഗഡ് എന്താണ്? ജനഹിത പരിശോധനയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്നത്. അപ്പോൾ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്ന നാട്ടുരാജ്യം ചോദിച്ചാൽ ജുനാഗഡ് ആണ്. 1948 ഫെബ്രുവരി മാസത്തിലാണ് ജുനാഗഡ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും 1949 നവംബർ 23 ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നു. 26 ഒക്ടോബർ 1947 ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഉടമ്പടിയിൽ ഒപ്പിടുന്നു. ഒപ്പിട്ടതാരാണ്? രാജ ഹരിസിംഗ് ആണ്. പിന്നീട് നമ്മൾ പരിചയപ്പെട്ടത് 1949 നവംബർ 23 നമ്മൾ പരിചയപ്പെട്ടു. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നു. 48 ഫെബ്രുവരിയിലാണ് ജുനാഗഡ് ജനഹിത പരിശോധനയിലൂടെ, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഏത് നാട്ടുരാജ്യത്തെയാണ് ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ജുനാഗഡ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യമായിട്ട് വരുന്ന എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഒരു മലയാളിയുടെ പേരാണ് അവിടെ ഉത്തരമായിട്ട് വരിക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു എന്നൊരു ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് VP മേനോൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. PSC നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷനിൽ ഈ ഒരു ടോപ്പിക് എടുത്തു പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് രൂപം കൊണ്ട സ്റ്റേറ്റ്സ്
അടുത്തത് ലയന കരാർ തയ്യാറാക്കാൻ സർദാർ പട്ടേലിനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരുന്നത് VP മേനോനാണ്. നമുക്കറിയാം ഈ പറയുന്ന ലയന കരാർ ഇത്തരത്തിലുള്ള നാട്ടുരാജ്യങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ പ്രയത്നത്തിൽ പ്രധാനപ്പെട്ട പങ്കുവെച്ച രണ്ട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഒന്ന് സർദാർ വല്ലഭായ് പട്ടേലും മറ്റൊന്ന് നമ്മുടെ മലയാളിയായിട്ടുള്ള VP മേനോനുമാണ്. അവിടുത്തെ നമ്മൾ പരിചയപ്പെട്ടു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരാണ്? VP മേനോനാണ്. പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം 2018 നടന്നിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ലയന കരാർ തയ്യാറാക്കാൻ സർദാർ പട്ടേലിനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചു. അവിടെ ഉത്തരമായിട്ട് വരുന്നത് VP മേനോനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ VP മേനോൻ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം 2018 ആയ പരീക്ഷയിൽ ചോദിക്കുകയുണ്ടായി. നാട്ടുരാജ്യ സംയോജനം എന്നതായിരുന്നു അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാട്ടുരാജ്യ സംയോജനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സെക്രട്ടറി ആയിട്ട് വരുന്ന ആരാണ്? VP മേനോനാണ്. ആ VP മേനോനുമായി ബന്ധപ്പെട്ട VP മേനോൻ പദ്ധതി അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാട്ടുരാജ്യ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയതായിരുന്നൊരു ചോദ്യം ചോദിച്ചു. ഉത്തരമായിട്ട് വരുന്നത് VP മേനോൻ തന്നെയാണ്. 2017 LDC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചു. ഉത്തരമായിട്ട് വരും VP മേനോനാണ്. അപ്പോൾ ഒരു ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ വിവിധ രീതിയിൽ അവർ ചോദിച്ചു എന്ന് മാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. നിരവധി പരീക്ഷയിൽ ഈ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് തന്നെ പ്രിലിമിനറി എക്സാമിനേഷനിൽ നമുക്ക് ഇവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത് ഇതേപോലെ തന്നെ ചോദ്യം കുറച്ച് മാറ്റി ചോദിച്ചു. 2019 നടന്ന LDC കേരള ഖാദി പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അത് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിക്കാനായിട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആര്? ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. നമ്മുടെ VP മേനോനാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. സ്വാതന്ത്ര്യാനന്തര നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ മലയാളിയായ ഉദ്യോഗസ്ഥനാരെന്നൊരു ചോദ്യം ചോദിച്ചു. ഉത്തരമായിട്ട് വരുന്നത് VP മേനോനാണെന്ന കാര്യം ഓർത്തിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന VP മേനോനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 1894 പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ആര് ജനിക്കുന്നത്? VP മേനോൻ ജനിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് VP മേനോൻ കേരളത്തിലെ ഏത് ജില്ലയിൽ ജനിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലാണ്. അവിടെ എവിടെയാണ്? ഒറ്റപ്പാലത്താണ് ജനിച്ചതെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് പട്ടേലിനും അതുപോലെ തന്നെ നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളുണ്ട്. അതിലൊന്നാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് വെച്ചാൽ VP മേനോന്റെ കൃതിയാണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നത് ആരുടെ കൃതിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും VP മേനോന്റെ കൃതിയാണ്. രണ്ടും PSCയിൽ എപ്പോഴും ചോദിക്കാറുള്ള കൃതികളാണ്. ഒന്ന് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നതാണ് ഒന്നാമത്തെ കൃതി. രണ്ടാമത്തത് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആരുടെ കൃതിയാണ്? VP മേനോന്റെ കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് നിരവധി പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. അവിടെ ഉത്തരമായിട്ട് വരിക സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി എന്ന കാര്യം ഓർക്കുക. നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് VP മേനോൻ എന്ന് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യക്തിത്വമാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ് എനിക്കൊരു കൾച്ചറേ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് അഹമ്മദാബാദിലാണെന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ പഠിച്ചു വെക്കണം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഹമ്മദാബാദിലാണെന്ന കാര്യം ഓർക്കുക. മൂന്നും ഒരുമിച്ച് പഠിക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം ആണെങ്കിൽ അത് കൊല്ലത്താണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി ആണെങ്കിൽ അത് ഹൈദരാബാദാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് അഹമ്മദാബാദിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പരീക്ഷയിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം,
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ബോംബെയാണ്. RBIയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ബോംബെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. RBIയുടെ ആസ്ഥാനമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ബോംബെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 2019 നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോംബെയാണ്. നിലവിലെ ഗവർണർ നമുക്കറിയാം ശക്തികാന്ത ദാസാണ്. അതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം എല്ലാ ബാങ്കുകളുടെയും കേന്ദ്ര ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഏത് ബാങ്കാന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർക്കുക. രണ്ട് പ്രധാനപ്പെട്ട ഡേറ്റുകൾ അറിഞ്ഞിരിക്കണം, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒന്ന് 1935 ഏപ്രിൽ മാസം 1-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് ഓർത്തിരിക്കണം. 1949 ജനുവരി മാസം 1-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് ഓർത്തിരിക്കണം. 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച തീയതി 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദേശസാൽക്കരിച്ചത് എന്നാന്ന് വെച്ചാൽ 1949 ജനുവരി മാസം 1-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരുടെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നൊരു കാര്യം ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 കാലഘട്ടത്തിൽ രൂപീകരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ചെയ്ത തീയതിയാണ് 1949 ജനുവരി 1-ാം തീയതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഈ പറയുന്ന ഹിൽട്ടൺ യങ് കമ്മീഷൻ തന്നെയാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് അറിയപ്പെടുന്നത്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്ന ഇതിനെ തന്നെയാണ് ഹിൽട്ടൺ യങ് കമ്മീഷനെയാണെന്ന കാര്യം ഓർക്കുക. 1926 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഇത് തന്നെയാണ് 1949 കാര്യം ഓർക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച അതേ വർഷം തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ച. പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതെന്നൊരു ചോദ്യം ചോദിക്കും. ഉത്തരമായിട്ട് വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരെന്നൊരു ചോദ്യം ചോദിക്കാറുള്ളതാണ്. ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ എന്ന കാര്യം ഓർത്തിരിക്കുക. നിരവധി പരീക്ഷയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഓസ്ബോൺ സ്മിത്ത്. ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ. നിലവിൽ 25-ാമത്തെ ഗവർണറായിട്ട് വരുന്നത് ശക്തികാന്ത ദാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതെന്ന് ചോദിച്ചാലും ബാങ്കേഴ്സ് ബാങ്ക് ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1935 കാലഘട്ടത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതെന്ന കാര്യം ഓർക്കുക. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഒരു ചിഹ്നത്തിൽ ഒരു മൃഗമുണ്ട്. ഏതാണ് ആ മൃഗം എന്നൊരു ചോദ്യം ചോദിക്കാം. അത് കടുവയാണെന്ന കാര്യം ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കടുവയാണ്. ആ ഒരു ചിഹ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു വൃക്ഷത്തിന്റെ ചിത്രമുണ്ട്. ആ വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എണ്ണപ്പനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഒരു വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ RBIയുടെ ആ ഒരു ചിഹ്നത്തിലുള്ള മൃഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടുവയാണ്. RBIയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? എണ്ണപ്പനയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ആദ്യം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. രൂപീകരിക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. അത് പിന്നീട് മുംബൈയിലേക്ക് മാറ്റുന്നത് 1937 കാലഘട്ടത്തിലാണെന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ചിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെയിംസ് ടെയ്ലർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഓസ്ബോൺ സ്മിത്ത്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണറാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ കറൻസി നോട്ടിൽ നമുക്കറിയാം ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ്. അതായത് 1 രൂപ നോട്ട് ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ധനകാര്യ സെക്രട്ടറി ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് കാണണം. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്ന ആരാണെന്ന് വെച്ചാൽ ഫിനാൻസ് സെക്രട്ടറിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിട്ട് ഒരു കറൻസി നോട്ടിൽ ഒപ്പിടുന്ന ആരെന്ന് വെച്ചാൽ ഈ പേരാണ് പഠിക്കേണ്ടത്. ജെയിംസ് ടെയ്ലർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ടു ഓസ്ബോൺ
ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവിയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയും നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ കറൻസി നോട്ടിൽ ഒപ്പിട്ടിട്ടുള്ള ആദ്യത്തെ വ്യക്തി ആരാണ്? ജെയിംസ് ടെയ്ലർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി വഹിച്ചതിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഒരു വ്യക്തിയെ നമുക്കറിയാവുന്നതാണ്, മൻമോഹൻ സിംഗ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവിയിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മൻമോഹൻ സിംഗ് ആണ്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആരെന്ന് വെച്ചാൽ ശക്തികാന്ത ദാസ് ആണ്. ആ ഒരു ഗവർണർ പദവിയിൽ എത്തുന്ന എത്രാമത്തെ വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25ാമത്തെ വ്യക്തിയാണെന്ന കാര്യം ഓർക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചെന്നൈയിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ്, ഗ്രാമീണ കാർഷിക വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക നബാർഡാണ്. ഗ്രാമീണ കാർഷിക വികസനത്തിനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? നബാർഡാണ് ഉത്തരമായിട്ട് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നബാർഡാണ് ഗ്രാമീണ കാർഷിക വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ബാങ്ക് എന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരുന്നത് നബാർഡാണ്. 2019 ചോദിച്ച ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഗ്രാമീണ കാർഷിക വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏതെന്നാണ് 2019 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ ചോദിച്ചത്. ഉത്തരമായിട്ട് വരുന്നത് നബാർഡാണെന്ന കാര്യം ഓർത്തിരിക്കുക. കൃഷിക്കും ഗ്രാമവികസനത്തിനും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ഏതെന്ന് പറയുന്നത് നബാർഡ് എന്ന കാര്യം ഓർക്കുക. ഇത് രൂപീകരിച്ച വർഷം PSC എടുത്തു ചോദിക്കാറുള്ളതാണ്. 1982 വർഷത്തിലാണ് നബാർഡ് രൂപീകരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് വർഷത്തിലാണ്? 1982 വർഷത്തിലാണ് നബാർഡ് രൂപീകരിച്ചത്. 1982 ജൂലൈ 12-ാം തീയതിയാണ് നബാർഡ് രൂപീകരിച്ച ആ ഒരു വർഷം എന്ന കാര്യം ഓർക്കുക. ഇതിൻ്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? മുംബൈ തന്നെയാണ് ഈ പറയുന്ന നബാർഡിൻ്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. നബാർഡും സ്ഥിതി ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, മുംബൈയിൽ തന്നെയാണെന്ന കാര്യം ഓർക്കുക. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചത് എന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ശിവരാമൻ കമ്മീഷൻ എന്ന പേര് ഓർത്തിരിക്കണം. ശിവരാമൻ കമ്മീഷൻ എന്ന പേര് നമ്മൾ ഓർത്തിരിക്കാം. അപ്പോൾ ഈ ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് രൂപീകരിക്കുന്നത്? നബാർഡ് രൂപീകരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നമ്മൾ തൊട്ട് മുമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെട്ട കമ്മീഷന്റെ പേര് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നാണെങ്കിൽ, നബാർഡ് രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള കമ്മീഷൻ എന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ശിവരാമൻ കമ്മീഷൻ ആണെന്ന കാര്യം ഓർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. കൃഷിക്കും ഗ്രാമവികസനത്തിനും ഗ്രാമീണ കാർഷിക വികസനത്തിനും ഒക്കെയായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നബാർഡാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നും ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുകയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരേണ്ടത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കാം. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്തെന്ന് പറയുന്നത്, സിഡ്ബി എന്ന് പറയും. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ചെറുകിട വ്യവസായങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും വായ്പ നൽകുന്നതിനുമൊക്കെ ആയിട്ട് അതിന് നേതൃത്വം വഹിക്കുന്ന ബാങ്ക് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കാർഷികമാകുമ്പോൾ നബാർഡും, സിഡ്ബി എന്ന് പറയുമ്പോൾ ചെറുകിട വ്യവസായങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് ബാങ്ക് എന്നും സെൻട്രൽ ബാങ്ക് എന്നൊക്കെ പറയുന്ന ഏതാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി പ്രസ്തുതമായിട്ടുള്ള ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് അത് ഏത് വർഷമാണ് നടപ്പിലാക്കിയത് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. 1949 വർഷമാണെന്ന കാര്യം ഓർക്കുക. നിരവധി പരീക്ഷകളിൽ ചോദിച്ചൊരു ചോദ്യമാണ് ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് ഏത് വർഷമാണ് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1949 ആണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം 1949 ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ആദ്യത്തെ ബാങ്ക് ഏതെന്നാണ് ചോദ്യം. നിരവധി പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ആദ്യത്തെ ബാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നെടുങ്ങാടി ബാങ്കാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പു നെടുങ്ങാടി, അദ്ദേഹമാണ് കേരളത്തിൽ നെടുങ്ങാടി ബാങ്ക് ഒക്കെ ആരംഭിക്കുന്നതെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം 2019 പരീക്ഷയിൽ വരെ ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിട്ട് ബാങ്കുകളെ ആദ്യമായിട്ട് ദേശസൽക്കരിച്ചത് വർഷമാണ് ചോദിച്ചത്. സ്വകാര്യ മേഖലയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ച വർഷം ആദ്യമായിട്ട് 1969 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് സ്വകാര്യ ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നത്. ആ ഒരു വർഷം 1969 കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം ഏതെന്നാണ് അടുത്തൊരു ചോദ്യം. 2019 തന്നെ നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് 1991 1991 കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം എന്ന കാര്യം ഓർക്കുക. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം ഏതാണ് ചോദ്യം ചോദിച്ചത്. ഉത്തരമായിട്ട് വരുന്നത് 1991. അടുത്തതായിട്ട് ഇവിടെ വരുന്നത് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് മഹിളാ ബാങ്ക് ആണ്. മഹിളാ ബാങ്ക് നിലവിലില്ല, അത് SBI പോയിട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, മഹിളാ ബാങ്ക്. ആ മഹിളാ ബാങ്കിന്റെ മുദ്രാവാക്യമായിരുന്നു എന്ത്? വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം. ഇത് 2019 ഒരു ചോദ്യമാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓർത്തിരിക്കാം, വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്ന് പറയുന്ന ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹിളാ ബാങ്കിന്റെ മുദ്രാവാക്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേരെന്താണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് SBI ആണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1921 കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. അത് പിന്നീട് എന്തായിട്ട് മാറുകയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1921 കാലഘട്ടത്തിലാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത്. അത് പിന്നീട് ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് SBI ആണെന്ന് കാര്യം ഓർക്കുക. അതേ ചോദ്യം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് ചോദിക്കാം. അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേറ്റ് ബാങ്കിലെ 5 അസോസിയേറ്റഡ് ബാങ്കുകളുടെ ലയനം ഓർത്തിരിക്കണം. 2017 ഏപ്രിൽ മാസം 1-ാം തീയതി 2017 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് 5 അനുബന്ധ ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. ഭാരതീയ മഹിളാ ബാങ്ക് അതുപോലെ തന്നെ 5 അനുബന്ധ ബാങ്കുകളും എന്തിൽ പോയിട്ട് ലയിക്കുകയാണ്? SBI പോയിട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആ തീയതി ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം. 2017 ഏപ്രിൽ 1 എന്ന കാര്യം ഓർത്തിരിക്കുക. 2017 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ആ ഒരു ലയനം നടക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 5 അസോസിയേറ്റ് ബാങ്കും ഒപ്പം തന്നെ അന്നുണ്ടായിരുന്ന മഹിളാ ബാങ്കും എന്തിൽ പോയിട്ട് ലയിക്കുകയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് ലയിക്കുകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. രൂപീകരിച്ച 1921 കാലഘട്ടത്തിലാണ്. ഈ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് പുനർനാമകരണം ചെയ്ത വർഷം ചോദിക്കുകയാണെങ്കിൽ 1955 ജൂലൈ മാസം 1-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇംപീരിയൽ ബാങ്ക് എന്ന് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ 1955 ജൂലൈ മാസം 1-ാം തീയതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമാണ് ചോദിച്ചത്. 1956 ആണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956 കാലഘട്ടമാണ്. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 2020 നടന്ന ഒരു പരീക്ഷ LDC SR4 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, അതായത് ST വിഭാഗത്തിലേക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലേക്ക് നടന്ന ഒരു പരീക്ഷ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് 7-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട എന്തായിരുന്നു? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 7-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 2020 നടന്നിട്ടുള്ള LDC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുകയുണ്ടായി. ആ ഭേദഗതി എത്രാമത്തേതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 7-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണെന്ന കാര്യം ഓർക്കുക. അതിലൂടെയാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഏകീകരിക്കുന്നത് 1956 കാലഘട്ടത്തിൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് നിയമിതനായ കമ്മീഷൻ ആണെന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെ വരുന്നത് ഫസൽ അലി കമ്മീഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കമ്മീഷന്റെ പേര് എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഫസൽ അലി കമ്മീഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ഇനി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. അതിനെ തന്നെയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നറിയപ്പെടുന്ന. രൂപീകരിച്ച വർഷം ചോദിക്കും 1953. 1953 കാലഘട്ടത്തിലാണ് ഫസൽ അലി കമ്മീഷനെ രൂപീകരിക്കുന്നത്. ആ കമ്മീഷനെയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നും കൂടി അറിയപ്പെടുന്നത്. ഈ ഒരു കമ്മീഷനിൽ അംഗമായിരുന്ന 2 വ്യക്തികളുടെ പേരിൽ ഒരു മലയാളി ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. സർദാർ KM പണിക്കറുടെ പേര് ഓർത്തിരിക്കണം. ഒപ്പം HN കുൻസ്രു. മൊത്തം 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1953 രൂപീകരിച്ച ഈ ഒരു സംഘടനയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 3 അംഗങ്ങൾ തന്നെയാണ് ഉള്ളത്. അതായിരിക്കണം. ഒന്ന് ഫസൽ അലി, അതിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വ്യക്തി ഫസൽ അലിയാണ്. മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു പേര് HN കുൻസ്രു എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കണം. HN കുൻസ്രു എന്ന് പറയുന്ന ഒരു പേര് ഓർത്തിരിക്കണം. മറ്റൊന്നാരാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ നമ്മളോട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി ആരാണ്? സർദാർ KM
പണിക്കർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു അംഗമാണ് HN കുൻസ്രു ആണെന്ന കാര്യം ഓർക്കുക. ഇതിന്റെ ഹെഡായിട്ട് വരുന്ന ആരാണ്? ഫസൽ അലി കമ്മീഷൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1953. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, അതിലെ 2 അംഗങ്ങൾ നമ്മൾ പരിചയപ്പെടണം. HN കുൻസ്രുവും അതുപോലെ തന്നെ KM പണിക്കരും. ഒപ്പം അതിന്റെ തലപ്പത്താറാണ് ഫസൽ അലി എന്ന പേരും കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത്. ആ ഒരു കാലയളവിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ 6 എണ്ണമായിരുന്നു. അപ്പോൾ വന്ന സംസ്ഥാനങ്ങൾ 14 എണ്ണമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയായിരുന്നു? ആ ഒരു സമയത്ത് 6 എണ്ണമായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ തന്നെ ഉണ്ട് 8 എണ്ണമാണ് ഉള്ളത്. ഇപ്പോൾ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത് എന്ന കാര്യം മറക്കാതെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ 28 സംസ്ഥാനങ്ങളുമാണ് നിലവിലുള്ളത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശമാണ് നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ളത്. ആ ഒരു സമയത്ത് 1956 കാലഘട്ടത്തിൽ ഈ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനൊക്കെ നിയമപ്രകാരം ആ ഒരു സമയത്ത് സംസ്ഥാന പുനഃസംഘടനയൊക്കെ ഏകീകരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് 14 സ്റ്റേറ്റും 6 കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊരു ചോദ്യം ചോദിക്കുക. അവിടെ ഉത്തരമായിട്ട് വരുന്ന 4 ഓപ്ഷൻ ഇവിടെ തന്നു. ആസാം, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നു. ഓർത്തിരിക്കണം, ഹിമാചൽ പ്രദേശ് ഈ ഒരു ഓപ്ഷൻ പ്രകാരം എന്താണ്? ഹിമാചൽ പ്രദേശ് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓർത്തിരിക്കുക, ആ പറഞ്ഞ സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആ ഒരു സമയത്ത് രൂപീകരിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇത്തരത്തിലുള്ള ചോദ്യം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആസാം, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹിമാചൽ പ്രദേശാണ്. അവശേഷിക്കുന്ന ആസാമും രാജസ്ഥാനും ആന്ധ്രാപ്രദേശും ഒക്കെ എന്താണ്? ഈ പറയുന്ന 1956 രൂപം കൊണ്ടിട്ടുള്ള സംസ്ഥാനങ്ങളാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ആന്ധ്രാപ്രദേശ് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 1955, 1956, 1953, 1952. ആന്ധ്ര എന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവിടെ 53 നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ആന്ധ്രാപ്രദേശ് എന്ന് എടുത്ത് പറയുമ്പോൾ അവിടെ 1956 എന്നതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, 2 ഓപ്ഷനിലായിട്ട് 2 വർഷങ്ങൾ നൽകിയിരിക്കുന്നു. 1953 നൽകിയിട്ടുണ്ട്, 1956 നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരം അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് എന്നാണ്. ആന്ധ്രാപ്രദേശ് എന്നാക്കി മാറ്റുന്ന 1956 കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആന്ധ്ര എന്നാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് 1953 എന്ന് പറയുന്ന വർഷമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതെന്നാണ്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ആന്ധ്ര സംസ്ഥാനമാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടകം എന്നിങ്ങനെയാണ് ഓപ്ഷൻ നൽകിയത്. അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണെന്ന കാര്യം ഓർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൊട്ട് മുമ്പത്തെ ചോദ്യം തന്നെയാണ്. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിച്ച എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷനിലായിട്ട് 1956 53 നൽകി. ഉത്തരം ഏതാണ് വരേണ്ടത്? 1956 ആണ് വരേണ്ടത്. ആന്ധ്ര എന്നാണെങ്കിൽ 53. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ചോദിച്ചു. 1956 ഉത്തരമായിട്ട് വരുന്നത്. ഇത് വിവിധ പരീക്ഷകൾ 2018 നടന്ന പരീക്ഷയിലും 2019 നടന്ന പരീക്ഷയിലും ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി ആ ഒരു കാര്യം പഠിച്ചു വെക്കുക. അടുത്തത്, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്ന ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ് ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ. നമുക്കറിയാം പോറ്റി ശ്രീരാമാലു അതൊരു ചോദ്യമായിട്ട് തന്നെ ചോദിച്ചതാണ്. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാരം സമരം നടത്തി മരണം വരിച്ച നേതാവ് അറിഞ്ഞു വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്ന പോറ്റി ശ്രീരാമാലു ആണ്. ആ ഒരു ചോദ്യം വ്യത്യസ്തമായ രീതിയിൽ ചോദിച്ചത് എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക, പോറ്റി ശ്രീരാമാലു ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. PSC പരീക്ഷയിൽ വരുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നാഗ്പൂർ സമ്മേളനമാണെന്ന കാര്യം ഓർക്കുക. നാഗ്പൂർ സമ്മേളനത്തിലൂടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വന്ന 1956 നവംബർ മാസം 1-ാം തീയതിയാണ്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായിട്ട് നിരാഹാരം വരെ സമരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചോദിച്ചാൽ പോറ്റി ശ്രീരാമാലു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചോദ്യം ഇതായിരുന്നു. ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നു മറ്റൊരു പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്. 2017 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്.
ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ അവസാനമായിട്ട് രൂപം കൊണ്ട സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം. ഇന്ത്യയിൽ അവസാനമായിട്ട് രൂപം കൊണ്ട സംസ്ഥാനം നമുക്കറിയാം തെലങ്കാനയാണ്. ഇന്ത്യയിൽ അവസാനമായിട്ട് രൂപം കൊണ്ട സംസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക. 2019 നടന്ന പരീക്ഷയിലും ഈ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. ഇന്ത്യയിൽ അവസാനമായിട്ട് രൂപം കൊണ്ട സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാനയാണ്. ആ തെലങ്കാന രൂപീകരിച്ച തീയതി ഓർത്തിരിക്കണം. 2014 ജൂൺ മാസം 2-ാം തീയതിയാണ്. 2014 ജൂൺ 2-ാം തീയതി. പലപ്പോഴും ഈ ഡേറ്റ് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകാം ചിലപ്പം. അതുകൊണ്ട് ഓർത്തിരിക്കണം. ഈ വരുന്ന പരീക്ഷയിൽ ഒരുപക്ഷെ അത് ചോദിക്കാൻ സാധ്യതയുണ്ടായിരിക്കും. 2014 ജൂൺ 2-ാം തീയതിയാണ് തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത് എന്ന കാര്യം ഓർക്കുക. ഈ തെലങ്കാന സംസ്ഥാനം രൂപീകരണത്തിനൊക്കെ ശുപാർശ ചെയ്ത കമ്മീഷന്റെ പേര് ഓർക്കണം. BN ശ്രീകൃഷ്ണ കമ്മീഷനാണെന്ന കാര്യം ഓർക്കുക. BN ശ്രീകൃഷ്ണ കമ്മീഷനാണ് തെലങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കാനൊക്കെ ആയിട്ട് ശുപാർശ ചെയ്ത കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. BN ശ്രീകൃഷ്ണ കമ്മീഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ BN ശ്രീകൃഷ്ണ കമ്മീഷനാണ് തെലങ്കാന എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ശുപാർശ ചെയ്തിട്ടുള്ള കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഈ ഒരു ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ബാക്കി എല്ലാ സ്റ്റേറ്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, കടലുമായിട്ട് ബന്ധമില്ലാത്ത കരബന്ധിതമായിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനം ചോദിച്ചാലും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് തെലങ്കാനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കടലുമായിട്ട് ബന്ധമില്ലാത്ത ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഈ പറയുന്ന തെലങ്കാനയാണ്. ദക്ഷിണേന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം ചോദിച്ചാൽ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് തെലങ്കാനയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കുട്ടികളുടെ കോടതിയൊക്കെ നിലവിൽ വന്നത് ഈ പറയുന്ന തെലങ്കാനയുടെ തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദിലാണ്. തെലങ്കാനയുടെ തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദാണ്. ഹൈദരാബാദിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കുട്ടികളുടെ കോടതി നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതെന്നൊരു ചോദ്യമാണ് അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഉത്തർപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 2019 നടന്ന ഒരു പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നൊരു ചോദ്യം 2019 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അത് നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരമായിട്ട് വരിക 1951 ആണെന്ന കാര്യം ഓർത്തിരിക്കണം. 1951 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ എന്ത് നിലവിൽ വരുന്നത്? പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷി എന്നിവയാണ് അവിടുത്തെ ഒരു ഉത്തരമായിട്ട് വരുന്നത്. നിരവധി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏതെന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. LDC പരീക്ഷയിലൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. 2017 ഉത്തരമായിട്ട് വരേണ്ടത് കൃഷിയാണെന്ന കാര്യം ഓർക്കുക. കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു 1951 ആരംഭിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ 1951 അതാണ് എന്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്ന ആരെന്നൊരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് ആ ഒരു സമയത്ത് പഞ്ചവത്സര പദ്ധതികൾക്കൊക്കെ അനുമതി നൽകിയിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 1951 കാലഘട്ടത്തിലൊക്കെ രൂപീകരിച്ച ഒരു പഞ്ചവത്സര പദ്ധതികൾക്കൊക്കെ ആയിട്ട് അനുമതി നൽകുന്ന ആരാണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പഞ്ചവത്സര പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ ഏത് രാജ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USSR ആണ്. ഇന്നത്തെ റഷ്യയുടെ പഴയ പേരാണ് ഈ പറയുന്ന USSR എന്ന് പറയുന്നത്, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളൊക്കെ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ തന്നെ ഈ പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരേണ്ടത് ജോസഫ് സ്റ്റാലിൻ ആണെന്ന കാര്യം ഓർക്കുക. 1928 കാലഘട്ടത്തിൽ ജോസഫ് സ്റ്റാലിനാണ് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന വ്യക്തി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുന്നത് USSR ആണ്. 1928 കാലഘട്ടത്തിലാണ്. ആരാണ് കൊണ്ടുവന്നത്? ജോസഫ് സ്റ്റാലിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആ ഒരു സമയത്ത് പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? നെഹ്റു ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ നെഹ്റു അവതരിപ്പിക്കുന്ന 1951 ഡിസംബർ 8-ാം തീയതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റ് അവതരിപ്പിക്കുന്ന 1951 ഡിസംബർ മാസം 8-ാം തീയതിയാണ് നെഹ്റു അവതരിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ്? മുൻ സോവിയറ്റ് യൂണിയൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. USSR ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് നമ്മൾ പരിചയപ്പെട്ടു, ജോസഫ് സ്റ്റാലിനാണ്. ഇന്ത്യ ഇതിൽ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മളിവിടെ പരിചയപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന പേര്. പലപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഹറോൾഡ് ഡോമർ മാതൃകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹറോൾഡ് ഡോമർ മാതൃക എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ അറിയപ്പെട്ടിരുന്ന പേരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹറോൾഡ് ഡോമർ മാതൃക ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? ഹറോൾഡ് ഡോമർ മാതൃക എന്ന കാര്യം ഓർത്തിരിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഹറോൾഡ് ഡോമർ മാതൃകയാണെന്ന കാര്യം ഓർത്തിരിക്കണം. അവിടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്
ചോദിക്കുന്നത്. എപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഒരു മലയാളിയാണ്, ഡോക്ടർ KN രാജാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഡോക്ടർ KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി എന്ന കാര്യം ഓർക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആമുഖം തയ്യാറാക്കിയാരാണ്? ഡോക്ടർ KN രാജാണെന്ന കാര്യം ഓർക്കണം. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഈ പറയുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട അണക്കെട്ടുകളായിട്ടുള്ള ബക്രാനങ്കൽ അണക്കെട്ട്, അതുപോലെ തന്നെ ഹിരാക്കുണ്ട് അണക്കെട്ട്, ഇതൊക്കെ സ്ഥിതി വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം കാർഷിക മേഖലകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇത് വന്നത്. ബക്രാനങ്കൽ അണക്കെട്ട് അതുപോലെ തന്നെ ഹിരാക്കുണ്ട് അണക്കെട്ടുകളൊക്കെ നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഭിലായ് ഒരു ഇരുമ്പൊരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. 1956, 61 കാലഘട്ടത്തിലാണ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഇതൊക്കെ നിലവിൽ വന്നത്. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. വ്യാവസായിക മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവാരെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് PC മഹലനോബിസ് ആണെന്ന് കാര്യം ഓർക്കുക. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉപജ്ഞാതാവാർന്നൊരു ചോദ്യം ചോദിച്ചതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് PC മഹലനോബിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവാരെന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ഉത്തരമായിട്ട് വരിക PC മഹലനോബിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956, 61 കാലഘട്ടം ഭിലായ് ഇരുമ്പുരുക്ക് ശാല ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ റൂർക്കേല, ദുർഗാപൂർ തുടങ്ങിയ ഇരുമ്പുരുക്ക് ശാലകളൊക്കെ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബൊക്കാറോ ആണെങ്കിൽ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ദുർഗാപൂർ, ഭിലായ് അതുപോലെ തന്നെ റൂർക്കേല ഈ മൂന്നെണ്ണം വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവാരാണ്? PC മഹലനോബിസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഏത് മേഖലയ്ക്കാണെന്നാണ് ചോദ്യം. 2018 ചോദിച്ച ചോദ്യമാണ്. ഉത്തരമായിട്ട് വരുന്നത് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു, വ്യവസായ മേഖലയ്ക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതെന്നാണ് ചോദ്യം ചോദിച്ചത്. 4 ഓപ്ഷൻ നൽകി. ഹരിത വിപ്ലവം, ഗരീബി ഹഠാവോ, വ്യവസായവൽക്കരണം, പുത്തൻ സാമ്പത്തിക നയം എന്നിങ്ങനെയാണ് ഓപ്ഷനായിട്ട് നൽകിയത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചതാണ് ഹരിത വിപ്ലവം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് വരുന്നത് ഹരിത വിപ്ലവമാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി. ഒരുപക്ഷെ അവിടെ ഓപ്ഷനിൽ എന്തുകൊണ്ടായിരിക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതി ഈ പറയുന്ന ഹരിത വിപ്ലവമൊക്കെ തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചിട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നൊരു ഓപ്ഷൻ അവിടെ നൽകാനുള്ള സാധ്യത കൂടുതലാണ്. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹരിത വിപ്ലവം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രവർത്തനത്തിലൊക്കെ എന്ത് ചെയ്യുന്നത്? തുടക്കം കുറിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുന്നത് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. 1969 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയാണ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്ന കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. 2018 പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട, അതായത് താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം എന്ന് ചോദിച്ചിട്ട് ഹരിത വിപ്ലവം ഉത്തരമായിട്ട് വരുന്നത് 2020 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് വരുന്ന പ്രിലിമിനറി എക്സാമിനേഷനിൽ ആ ഒരു ചോദ്യം നമുക്ക് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊന്ന് നിരവധി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് നമ്മുടെ ചോദ്യം. അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചോദ്യം ഇതാണ്. ഗരീബി ഹഠാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു. അവിടെ ഉത്തരമായിട്ട് വരുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ 20 ദിന പരിപാടികളൊക്കെ നടപ്പിലാക്കിയ ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി. ആ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗരീബി ഹഠാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ആരാണ് ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഉത്തരമാണ് വരേണ്ടത്. ഗരീബി ഹഠാവോ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചവത്സര പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഗരീബി ഹഠാവോ എന്ന് പറയുന്ന
മുദ്രാവാക്യം നമ്മൾ പരിചയപ്പെട്ടു. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാലും 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കണം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഒക്കെ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ന കാര്യം ഓർക്കുക. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 1956 കാലഘട്ടങ്ങളിൽ വ്യവസായ നയം പ്രഖ്യാപിച്ച സമയത്തെ പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ നമുക്കറിയാം 1956 എന്ന് പറയുമ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 1956 കാലഘട്ടത്തിൽ വ്യവസായ നയം പ്രഖ്യാപിച്ച സമയത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ചത് ഇന്ത്യയുടെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചാൽ അവിടെ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന 9ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ഇന്ത്യയുടെ 50ാമത്തെ വാർഷികത്തിൽ, സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാമത്തെ വാർഷിക സമയത്താണ് ഈ പറയുന്ന 9ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്ത ചോദ്യമായിട്ട് വരുന്ന എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമായിട്ട് തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് തെരഞ്ഞെടുത്ത പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന കാര്യം ഓർക്കുക. 9ാമത്തെ പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി. സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് തെരഞ്ഞെടുത്ത പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഈ പറയുന്ന 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത് ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണമാണ് മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നത്. ഇതിന് കാരണം എന്തെന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെ ഉത്തരമായിട്ട് വരുന്നത് 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണെന്ന് കാര്യം ഓർക്കുക. ഇങ്ങനെ 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് എടുക്കാനുണ്ടായ ഒരു കാരണം പറയുന്നത് 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണെന്ന് കാര്യം ഓർക്കുക. ആ ഒരു ഡാറ്റ പ്രകാരമാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് ഈ പറയുന്ന 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് എടുക്കാൻ കാരണമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക് എത്രയായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. 2007-12 വർഷകാലയളവിൽ 11ാം പഞ്ചവത്സര പദ്ധതി 9% അത് ലക്ഷ്യമിട്ടിരുന്ന വളർച്ചാ നിരക്ക് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് 100% നഗര ശുചീകരണമായിരുന്നു. 100% നഗര ശുചീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ചോദിച്ചാലും അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ നഗര ശുചീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 11ാമത്തെ പഞ്ചവത്സര പദ്ധതി. 11ാമത്തെ പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ്. ഇവിടെ തന്നെ ഓർത്തിരിക്കണം, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും എന്തിനുണ്ടായിരുന്നു? 11ാമത്തെ പഞ്ചവത്സര പദ്ധതിക്കുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച ഒരു പഞ്ചവത്സര പദ്ധതി കൂടിയായിരുന്നു 11ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതെന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെ ഉത്തരമായിട്ട് വരുന്നത് 2012-17 എന്നതാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഏറ്റവും അവസാനമായിട്ട് നടന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഈ പറയുന്ന 12ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. അതിൻ്റെ കാലയളവ് 2012-17 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 2012 ആരംഭിച്ച 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സുസ്ഥിര വികസനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. സുസ്ഥിര വികസനം എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 12ാമത്തെ പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 17 വരെയായിരുന്നു ആ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കണം. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1950 കാലഘട്ടത്തിലാണ്. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേശീയ ആസൂത്രണ കമ്മീഷനൊക്കെ ചെയർമാൻ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണെന്ന കാര്യം ഓർക്കണം. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ തലപ്പത്തുണ്ടാവുക. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? പ്രധാനമന്ത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത്? ജവഹർലാൽ നെഹ്റു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്ന ഒരു ചോദ്യം PSC ചോദിക്കുന്നതാണ്.
ഉത്തരമായിട്ട് വരുന്നത് ഗുൽസാരിലാൽ നന്ദയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഗുൽസാരിലാൽ നന്ദയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണെന്ന കാര്യം ഓർക്കുക. അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം ഏതായിരുന്നു? യോജനാ ഭവൻ, ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് നമ്മൾ പരിചയപ്പെട്ടു. 1950 മാർച്ച് 15 ആ ഒരു കാലയളവിലാണ് ഈ പറയുന്ന ആസൂത്രണ കമ്മീഷനൊക്കെ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർക്കുക. അതിന്റെ അവസാനത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നരേന്ദ്രമോദിയാണെന്ന കാര്യം ഓർക്കുക. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് നരേന്ദ്രമോദിയാണെന്ന കാര്യം. അതിനുശേഷമാണ് പിന്നീട് എന്ത് വരുന്നത്? നീതി ആയോഗ് ഒക്കെ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അതിന്റെ അവസാനത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന ആരാണ്? നിലവിലെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന് ആണിക്കൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ ആണെന്ന കാര്യം ഓർക്കുക. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന് ആണിക്കൽ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ്. സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്ന താഴെ പറയുന്ന ഓപ്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ആസൂത്രണ കമ്മീഷൻ ഉത്തരമായിട്ട് വരാം. അതുപോലെ തന്നെ ദേശീയ വികസനത്തിന് ആണിക്കൽ എന്നറിയപ്പെടുന്ന താഴെ പറയുന്ന ഓപ്ഷൻ ഏതെന്ന് ചോദിച്ചിട്ട് അവിടെ ഉത്തരമായിട്ട് വരാം എന്ത്? ആസൂത്രണ കമ്മീഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി പറയുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നമ്മൾ പരിചയപ്പെട്ടു. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ആണെങ്കിൽ അവസാനത്തെ ഉപാധ്യക്ഷനായിരുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മൊണ്ടേഗ് സിംഗ് അലുവാലിയാണെന്ന കാര്യം ഓർക്കുക. മൊണ്ടേഗ് സിംഗ് അലുവാലിയാണ് അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ആ ഒരു പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടൊക്കെ പ്രസിദ്ധീകരിച്ച വർഷം ചോദിച്ചാൽ 2001 ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2001 കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? ദാദാഭായ് നവറോജി ആണെന്ന കാര്യം ഓർക്കുക. നിരവധി തവണ PSC പരീക്ഷയിൽ എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദാദാഭായ് നവറോജി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാർന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചതാർന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കിലാക്കിയ വ്യക്തിയാർന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ടത് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാർന്ന് ചോദ്യം ചോദിക്കാം. അതുപോലെ തന്നെ മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാർന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാർന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കിലാക്കിയ വ്യക്തിയാർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാദാഭായ് നവറോജിയാണ്. പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം ഓർക്കുക പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ദാദാഭായ് നവറോജിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗാന്ധിയൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്നാണ് അടുത്ത ചോദ്യമായി ചോദിച്ചത്. ഉത്തരമായിട്ട് വരേണ്ടത് JC കുമാരപ്പയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഗാന്ധിയൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വന്നത് JC കുമരപ്പയാണെന്ന കാര്യം ഓർത്തിരിക്കുക. JC കുമരപ്പയാണ് ഗാന്ധിയൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാർന്നൊരു ചോദ്യം ചോദിച്ചു. ഉത്തരമായിട്ട് വരുന്ന RC ദത്ത് ആണ്. RC ദത്തിന്റെ പുസ്തകമാണ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ്? RC ദത്തിന്റെ പുസ്തകമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കിലാക്കിയ ആദ്യ വ്യക്തിയാണെന്ന് വെച്ചാൽ VKRV റാവു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. VKRV റാവു ആണ് ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ എന്താണ് ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കിലാക്കിയ വ്യക്തി എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കിലാക്കിയത് ദാദാഭായ് നവറോജി ആണെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതികളിലൂടെ ദേശീയ വരുമാനം കണക്കിലാക്കിയ ആദ്യത്തെ വ്യക്തിയാരാണ്? VKRV റാവു ആണെന്ന കാര്യം ഓർക്കുക. പരസ്പരം മാറിപ്പോരുത്. ആദ്യമായിട്ട് ദേശീയ വരുമാനം ഇന്ത്യയിൽ കണക്കിലാക്കിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൂടെ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കിലാക്കിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ആരാണ്? VKRV റാവു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്താണ്? നീതി ആയോഗ്. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഈ അടുത്ത് നടന്ന പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. വരുന്ന പ്രിലിമിനറി എക്സാമിനേഷനിൽ വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യത്തിന്റെ ആ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ചോദ്യം. വ്യത്യസ്തമായ രീതിയിൽ ചോദ്യം ചോദിക്കാം. എന്താണ് നീതി ആയോഗ് നിലവിൽ വന്ന എന്ന ചോദ്യം മോസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. 2015 ജനുവരി മാസം 1-ാം തീയതിയാണെന്ന കാര്യം ഓർക്കുക. 2015 ജനുവരി മാസം 1-ാം തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. എന്തിനു പകരമായിട്ടാണ് നിലവിൽ വരുന്നത്? പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ അവസാനത്തെ ചെയർമാൻ ആരെന്ന് പഠിച്ചു? നരേന്ദ്രമോദിയാണ് നമ്മൾ
പഠിക്കാൻ കാരണം. അതാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ട ആര് തന്നെയാണ്? നരേന്ദ്രമോദിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ 2015 ജനുവരി 1 തീയതിയാണ് നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള സംവിധാനമാണ് ഇത് നീതി ആയോഗ്. 2020 2019 ഒക്കെ നടന്ന പരീക്ഷകളിൽ നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അത് മനസ്സിലൂടെ പഠിച്ചു വെക്കുക. 2015 ജനുവരി 1 എന്ന് പറയുന്ന തീയതിയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഒപ്പം പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്ന ഏതാണ്? നീതി ആയോഗ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതിന്റെ അധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ നമുക്കറിയാം പ്രധാനമന്ത്രിയാണ്. നിലവിൽ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നരേന്ദ്രമോദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തായിട്ട് പറയുന്നത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ നമുക്കറിയണം ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് പനഗരിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ അരവിന്ദ് പനഗരിയയുടെ ഒരു പുസ്തകം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇന്ത്യ ദ എമർജിംഗ് ജെയിന്റ് എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? അരവിന്ദ് പനഗരിയയുടെ പുസ്തകമാണ്. ഇന്ത്യ ദ എമർജിംഗ് ജെയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ദ എമർജിംഗ് ജെയിന്റ് എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? അരവിന്ദ് പനഗരിയുടെ പുസ്തകമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാറാണ്. അതുപോലെ തന്നെ സിന്ധുശ്രീ കുള്ളാറാണ് ഇതിന്റെ ആദ്യത്തെ CEO ആയിരുന്നത്. ഈ പറയുന്ന നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് സിന്ധുശ്രീ ഗുള്ളാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സിന്ധുശ്രീ ഗുള്ളാറാണ് ഈ പറയുന്ന നീതി ആയോഗിന്റെ ആദ്യത്തെ CEO. അമിതാഭ് കാന്താണ് നിലവിൽ ഈ പറയുന്ന നീതി ആയോഗിന്റെ CEO പദവിയിലേക്ക് ഉണ്ടായിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം ഒക്കെ നടക്കുന്നത് 2015 ഫെബ്രുവരി 8 തീയതിയാണ്. 2015 ജനുവരി 1 രൂപീകരിച്ചു. 2015 ഫെബ്രുവരി 8 തീയതിയാണ് എന്ത്? നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. പൊതുവെ PSC റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം 2015 ജനുവരി 1 തീയതിയാണ് നീതി ആയോഗ് രൂപീകരിച്ച ആ ഒരു തീയതി തന്നെയാണ് എപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും മറക്കാൻ പാടില്ല. ഇനി അടുത്തത് നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നമ്മൾ പറഞ്ഞു 2015 ഫെബ്രുവരി 8 തീയതിയാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. അതിന് അവർ ഇട്ടിരുന്ന ഒരു പേര് ടീം ഇന്ത്യ എന്ന് പറയുന്ന പേരായിരുന്നു. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനത്തിൽ ഇട്ടിരുന്ന പേരെന്താണ്? ടീം ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടീം ഇന്ത്യ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ. അങ്ങനെയാണെങ്കിൽ നിലവിലാരാണ്? നമ്മുടെ പിണറായി വിജയനാണ് ഈ പറയുന്ന സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1967 കാലഘട്ടത്തിലാണ് സംസ്ഥാനത്ത് ഒരു ആസൂത്രണ കമ്മീഷനൊക്കെ നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നത് EMS ആയിരുന്നു. ആ EMS ആണ് ആദ്യത്തെ അതിന്റെ തലപ്പത്തെത്തിയത്, അതായത് ചെയർമാൻ പദവിയിലുണ്ടായിരുന്ന വ്യക്തി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ EMS ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1967 കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ MK ഹമീദാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MK ഹമീദ് എന്നതാണ് ഉത്തരമായിട്ട് വരിക. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? MK ഹമീദ് ആണെന്ന കാര്യം ഓർക്കുക. മറ്റൊരു ചോദ്യം, ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് നരസിംഹ റാവു ആണ്. നരസിംഹ റാവുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ എന്ത് സ്വീകരിക്കുന്നത്? പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന M വിശ്വേശ്വരയ്യാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. M വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പ്ലാൻഡ് എക്കണോമിക് ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചതാരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് M വിശ്വേശ്വരയ്യാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന M വിശ്വേശ്വരയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ്? M വിശ്വേശ്വരയ്യാണെന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ തന്നെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. M വിശ്വേശ്വരയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന M വിശ്വേശ്വരയ്യാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? M വിശ്വേശ്വരയ്യാണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 15 തീയതി. അതാണ് നമ്മുടെ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 15 എന്തായിട്ട് ആചരിക്കുന്നു? എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ്? M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 എന്തായിട്ട് ആചരിക്കുന്നു? ഈ പറയുന്ന എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? നാഗ്പൂരിലാണ് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാണ്? വിശ്വേശ്വരയ്യാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നീ പുസ്തകങ്ങളും ഓർത്തിരിക്കുക.
അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്നിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരിക ബോംബെ പദ്ധതിയാണ്. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ കൂടി ചേർന്നിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ബോംബെ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബോംബെ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളൊക്കെ ചേർന്നിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാരാണ്? എം.എൻ. റോയ് ആണ്. ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാരാണ്? എം.എൻ. റോയ് ആണ്. ഇന്ത്യൻ ആസൂത്രണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് എം.എൻ. റോയ് ആണ്. നമുക്കറിയാം ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയമൊക്കെ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് 1934 കാലഘട്ടത്തിൽ എം.എൻ. റോയ്. ഇന്ത്യക്ക് ഭരണഘടന വേണം എന്നൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണെന്നൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് എം.എൻ. റോയ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എം.എൻ. റോയ് ആണ്. ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയാണെങ്കിൽ ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എം.എൻ. റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള എം.എൻ. റോയിനെ ഓർക്കണം. 1944 കാലഘട്ടത്തിൽ പീപ്പിൾസ് പ്ലാൻ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു കഴിഞ്ഞു. ജനകീയ ഒരു പദ്ധതി, അതിനാണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. 1944 കാലഘട്ടത്തിൽ അത് മുന്നോട്ട് വെച്ച വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് എം.എൻ. റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം.എൻ. റോയ് ആണ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകനാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം.എൻ. റോയ് ആണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ രചയിതാവാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് എം.എൻ. റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണെന്ന് ചോദിച്ചാൽ എം.എൻ. റോയ് ആണ്. 1934 കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എം.എൻ. റോയ് ആണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് എം.എൻ. റോയ് ആണ്. 1944 കാലഘട്ടത്തിൽ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയും കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനും റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം ഒരിക്കലും മറക്കാൻ പാടില്ല. നിരവധി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് വ്യക്തിയുടെ, ഏത് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇത് നിയമിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർക്കുക. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർവകലാശാല വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 കാലഘട്ടത്തിലേക്ക് വരുന്നു. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അതിനുശേഷം പിന്നീട് പറയേണ്ട മറ്റൊന്നാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 കാലഘട്ടത്തിലാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ 1948 കാലഘട്ടത്തിൽ വന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ 1952 കാലഘട്ടത്തിൽ വന്ന ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്താണ്? ഈ പറയുന്ന സെക്കൻഡറി വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമാണ് നടത്തിയതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഹണ്ടർ കമ്മീഷൻ. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹണ്ടർ കമ്മീഷൻ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? നമ്മൾ പരിചയപ്പെട്ടു റിപ്പൺ പ്രഭുവാണ്. 1882 എന്ന് പറയുന്ന ആ ഒരു വർഷം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 1882 കാലഘട്ടം എന്ന ആ ഒരു വർഷം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഈ പറയുന്ന ഹണ്ടർ കമ്മീഷൻ എന്താണ്? പ്രൈമറിയും അതുപോലെ തന്നെ സെക്കൻഡറി വിദ്യാഭ്യാസമാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ശുപാർശ ചെയ്യുന്നത്. ഇനി സ്വാതന്ത്ര്യ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 2 കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. 1952 വരുന്ന ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചിട്ടുള്ള പഠനം. ആ 2 ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ചെയർമാൻ ആരായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഡോക്ടർ വി.എസ്. കോത്താരിയാണ്. ഡോക്ടർ വി.എസ്. കോത്താരിയാണ് ഈ പറയുന്ന 1964-66 കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ പദവിയിലുണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ വി.എസ്. കോത്താരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഡോക്ടർ വി.എസ്. കോത്താരിയാണ്, ആ ഒരു കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ കോത്താരി കമ്മീഷന്റെ ഒക്കെ നിർദ്ദേശമായിരുന്നു 10, 2 അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്, 10+2+3 എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കോത്താരി കമ്മീഷന്റെ ഒരു ശുപാർശയായിരുന്നു എന്ന കാര്യം ഓർക്കുക. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു ശുപാർശ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്ന് പറയുന്ന ഒരു ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെ സമഗ്രമായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ സമഗ്ര പഠനത്തിന് വിധേയമാക്കിയ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1964 കാലഘട്ടമാണ്.
പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെ സമഗ്ര പഠനത്തിന് വിധേയമാക്കിയ കൊത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1964. 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് വെച്ചാൽ ഡോക്ടർ VS കൊത്താരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളൊക്കെ സമഗ്രമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിധേയനായിട്ടുള്ള ഒരു കമ്മീഷനാണ് കൊത്താരി കമ്മീഷൻ. അത് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1964 കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഇത് തന്നെയാണ് കൊത്താരി കമ്മീഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷനാണ് ഈ പറയുന്ന കൊത്താരി കമ്മീഷൻ എന്ന കാര്യം ഓർക്കുക. ഇനി ഈ പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? മോസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഈ പറയുന്ന ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് അപ്പോൾ ആചരിക്കുന്ന ഏത് തീയതിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നവംബർ മാസം 11 തീയതിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. സെപ്റ്റംബർ 5 തീയതി അധ്യാപക ദിനമാണ്. സെപ്റ്റംബർ 5 തീയതി എന്താണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഈ പറയുന്ന സെപ്റ്റംബർ 5 തീയതി. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ മാസം 11 തീയതിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് 1953 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. 1953 ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. UGC നിലവിൽ വന്ന വർഷം 1953 പ്രത്യേകം നോട്ട് ചെയ്യണം. 1953 ഡിസംബർ 28. 1953 ഡിസംബർ 28 തീയതിയാണ് എന്ത് നിലവിൽ വരുന്നത്? UGC നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർക്കുക. ആരുടെ ശുപാർശ പ്രകാരമാണ് UGC നിലവിൽ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണെന്ന കാര്യം ഓർക്കുക. സർവകലാശാല വിദ്യാഭ്യാസവുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പഠനമൊക്കെ നടത്തിയ കമ്മീഷണറാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1948 ആ ഒരു ശുപാർശ പ്രകാരമാണ് UGC 1953 ഡിസംബർ 28 തീയതി നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ UGC ഉദ്ഘാടനം ചെയ്താരെന്ന് വെച്ചാൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൗലാന അബുൽ കലാം ആസാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഈ പറയുന്ന UGC ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹി ആണെന്നും അതുപോലെ തന്നെ UGCയുടെ ആപ്തവാക്യം എന്താണ്? അറിവാണ് മോചനം എന്ന് പറഞ്ഞത് ഏതിന്റെ ആപ്തവാക്യമാണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആപ്തവാക്യമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. UGCയുടെ ആപ്തവാക്യം എന്താണ്? അറിവാണ് മോചനം എന്ന് പറയുന്നത് UGCയുടെ ആപ്തവാക്യമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി PSCക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ബനാറസ് സംസ്കൃത കോളേജ് ആരാണ് സ്ഥാപിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കും. ഉത്തരമായിട്ട് വരിക ജൊനാഥൻ ഡങ്കൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജൊനാഥൻ ഡങ്കൻ ആണ് എന്ത് സ്ഥാപിക്കുന്നത്? ഈ പറയുന്ന ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ച ആരെന്നൊരു ചോദ്യം ചോദിക്കും. പണ്ഡിത രമാബായി ആണ് വിധവകളുടെയൊക്കെ വിദ്യാഭ്യാസത്തിനായിട്ട് എന്ത് സ്ഥാപിച്ചത്? ശാരദാ സദൻ സ്ഥാപിച്ചത് എന്ന കാര്യം ഓർക്കുക. പണ്ഡിത രമാബായി എൻ്റെ പേര് ഓർത്തിരിക്കണം. PSC പരീക്ഷ നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പണ്ഡിത രമാബായി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാബായി ആണെന്ന കാര്യം ഓർക്കുക. വിധവകളുടെ വിദ്യാഭ്യാസം എന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് നിലവിൽ വന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് നിലവിൽ വന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊൽക്കത്തയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ചോദിച്ചാൽ ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലക്ഷ്യം എന്താണ്? മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടി അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രമേ എന്നാണ് ചോദ്യം. 2019 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. കൊൽക്കത്തയിലാണ് വനിതാ കോളേജ് വരുന്നത്. ആ വനിതാ കോളേജാണ് ബദൂൺ കോളേജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ വനിതാ കോളേജിന്റെ പേര് ബദൂൺ കോളേജ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ബദൂൺ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സർവകലാശാല എന്നൊക്കെ പറയുന്നതും ഈ പറയുന്ന കൊൽക്കത്ത സർവകലാശാലയാണ്. 1757 കാലഘട്ടത്തിൽ വന്ന കൊൽക്കത്ത സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരി ആരെന്നൊരു ചോദ്യം ചോദിച്ചാൽ കദംബിനി ഗാംഗുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരി ആരെന്ന് വെച്ചാൽ കദംബിനി ഗാംഗുലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരി ആരാണ്? കദംബിനി ഗാംഗുലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ കൊൽക്കത്തയിൽ സ്ഥാപിച്ച വ്യക്തി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാരെന്ന് വെച്ചാൽ ജ്യോതിറാവു ഫൂലെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാവിത്രിറാവു ഫൂലെയും ചേർന്നിട്ടാണ് 1848 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗേൾസ് സ്കൂൾ എവിടെ സ്ഥാപിക്കുന്നത്? കൊൽക്കത്തയിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗേൾസ് സ്കൂൾ കൊൽക്കത്തയിൽ സ്ഥാപിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ജ്യോതിറാവു ഫൂലെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാവിത്രിറാവു ഫൂലെയും ചേർന്നിട്ടാണ്
ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 1848 കാലഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന മറ്റൊന്ന്, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത് എന്തായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം ഉയർത്തൽ എന്നതായിരുന്നു നമ്മുടെ അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത് എന്തായിരുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തൽ എന്നതാണ് അതിന്റെ ലക്ഷ്യമെന്ന കാര്യം ഓർക്കുക. ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1988. ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1988 കാര്യം ഓർത്തിരിക്കണം. NCERT സ്ഥാപിതമായത് 1961 കാലഘട്ടത്തിലാണ്. 1961 കാലഘട്ടത്തിലാണ് NCERT സ്ഥാപിതമായത്. ഇനി CBSE ആണ് ചോദിക്കുന്നതെങ്കിൽ 1962, തൊട്ടടുത്ത വർഷം ഇത് വന്നു, CBSE വന്നു. 61 ഏത് വന്നു? NCERT വന്നു. 1962 ഏത് വന്നിട്ടുണ്ട്? CBSE വന്നിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി തുടക്കം കുറിക്കുന്ന 1978 കാലഘട്ടത്തിലാണ്. കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട തീയതികൾ ഓർത്തിരിക്കണം. ഒന്ന് 1988 നമ്മൾ പരിചയപ്പെട്ടു. ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച തീയതിയാണ് 1988. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു 1961 നമ്മൾ പരിചയപ്പെട്ടു. NCERT നിലവിൽ വന്നത്. CBSE ആണെങ്കിൽ തൊട്ടടുത്ത വർഷം 1962. 1978 വരുമ്പോൾ ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിക്കുന്ന 1978 കാലഘട്ടത്തിലാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം 1986 കാര്യം ഓർക്കുക. 1986 കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന ഒരു പദ്ധതി ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന 1987. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു സമയം നമുക്കറിയാം, നമ്മുടെ രാജീവ് ഗാന്ധിയാണ് ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ഒരു സമയത്ത് പ്രധാനമന്ത്രി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ 1988 എന്ത് വരുന്നത്? ദേശീയ സാക്ഷരതാ മിഷനൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം എന്ത് വരുന്നുണ്ട്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി വരുന്നുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഒരു പദ്ധതി വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത് നടന്ന പല പരീക്ഷകളിലും, പ്രത്യേകിച്ചും LDC കേരള ഖാദി ബോർഡ് പരീക്ഷ 2019 ഒരു ചോദ്യമാണ് പരിചയപ്പെടുന്നത്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് ആരുടെ വാക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീരേശലിംഗമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞ ആരുടെ വാക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക വീരേശലിംഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. MG റാനഡെയാണ് എങ്ങനെ പറഞ്ഞത്? പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെയും വീതം എന്ത് ചെയ്യണം? പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള വാക്ക് ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് MG റാനഡെ എന്ന ആ ഒരു പേര് ഓർത്തിരിക്കുക. MG റാനഡെ എന്ന് പറയുന്ന ആ ഒരു പേര് ഓർത്തിരിക്കണം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം എന്ത് ചെയ്യണം? പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് MG റാനഡെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞതാണ് DS കോത്താരിയാണ്. DS കോത്താരിയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത്. എപ്പോഴും PS റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പരിചയപ്പെട്ട 3 വാക്കുകൾ ഓർത്തിരിക്കണം. ഒന്ന്, വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കൾ ആരാണ് പറഞ്ഞത്? വീരേശലിംഗമാണ്. അതേപോലെ തന്നെ പഠിച്ച ഒരാളും അതിന് അവസരം ലഭിക്കാത്ത ഒരാളെ വീതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. ഇനി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞാലാണ് DS കോത്താരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് മെക്കാലെ പ്രഭുവാണ്. മെക്കാലെ പ്രഭുവാണ് എങ്ങനെ പറഞ്ഞത്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാലാണ് മെക്കാലെ പ്രഭുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. രാജാറാം മോഹൻ റോയിയുടെ പ്രസിദ്ധമായിട്ടുള്ള വാക്കാണ്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞാലാണ് രാജാറാം മോഹൻ റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞാലാണ് രാജാറാം മോഹൻ റോയ് ആണെന്ന കാര്യം ഓർക്കുക. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ താങ്കൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞത് കേശബ് ചന്ദ്ര സെൻ ആണെന്ന കാര്യം ഓർക്കുക. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ താങ്കൾക്കെതിരെയുള്ള കടന്നാക്രമണം ക്രൂരതയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ചെറുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാലാണ് കേശബ് ചന്ദ്ര സെൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണെന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ അരിസ്റ്റോട്ടിൽ
അരിസ്റ്റോട്ടിലിൻ്റെയാണ്. അരിസ്റ്റോട്ടിലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കാണ് വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കൈപ്പുള്ള നിറഞ്ഞതും അതേപോലെ തന്നെ ഫലം എന്താണ് മധുരമുള്ളതുമാണെന്ന് പറഞ്ഞ ആരെന്ന് വെച്ചാൽ അരിസ്റ്റോട്ടിലാണ്. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ആരാണ്? ഇന്ദിരാഗാന്ധിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണെന്ന കാര്യം ഓർക്കുക. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനാണെന്ന കാര്യം ഓർക്കുക. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ആരാണ്? സ്വാമി വിവേകാനന്ദനാണെന്ന കാര്യം ഓർത്തിരിക്കണം. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ആരാണ്? ഇന്ദിരാഗാന്ധി ആണെന്ന കാര്യം ഓർക്കുക. വിദ്യാഭ്യാസത്തിന് വേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണെന്ന് പറഞ്ഞ ആരാണ്? അരിസ്റ്റോട്ടിൽ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു, പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ താങ്കൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞ ആരാണ്? കേശവ് ചന്ദ്രസെൻ ആണെന്ന കാര്യവും. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞ രാജാറാം മോഹൻ റോയ് ആണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായിട്ടുള്ള ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞതാരാണ്? മെക്കാലെ പ്രഭു ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് അലിഗർ മുസ്ലിം സർവകലാശാല. അലിഗർ മുസ്ലിം സർവകലാശാലയെ സ്ഥാപിച്ചാരെന്ന് വെച്ചാൽ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗർ മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചാരെന്ന് വെച്ചാൽ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അലിഗഡിൽ ആംഗ്ലോ മുഹമ്മദൻ ഓറിയന്റൽ കോളേജിന്റെ സ്ഥാപകനാരെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരുന്ന ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണെന്ന കാര്യം ഓർക്കുക. അലിഗഡ് പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചാരെന്ന് വെച്ചാൽ അവിടെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന പേരാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന പേര് ഓർത്തിരിക്കുക. അദ്ദേഹം 1875 കാലഘട്ടത്തിലാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് പിന്നീട് 1877 കാലഘട്ടത്തിലാണ് അദ്ദേഹം അലിഗഡ് കോളേജ് ഒക്കെ ആരംഭിക്കുന്നത്. 1920 കാലഘട്ടത്തിൽ മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറിയ വർഷമാണ് 1920 എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അലിഗഡ് കോളേജ് 1877, ഈ പറയുന്ന മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിന്നീട് എന്തായിട്ട് മാറുകയാണ്? അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറുന്നത് എന്ന് 1920 കാലഘട്ടത്തിൽ. ഇനി അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ, നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. പഞ്ചശീല തത്വങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അടിയന്തര അവസ്ഥകളെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിച്ചിരിക്കണം ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള, അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. SCRT ടെസ്റ്റ് വായിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അവർ എടുത്തു പറഞ്ഞു പോകുന്നുണ്ട്. നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് തോന്നുമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു.